നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും സജീവ ചർച്ചാ വിഷയമായി നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ വലിയ ചർച്ചാ വിഷയമാണ്. നേരത്തെയും സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ശോഭാ സുരേന്ദ്രൻ ചർച്ചാ വിഷയമായ ഒരു നേതാവ് തന്നെയാണ്. കേരളത്തിലെ ശക്തരായ വനിതാ നേതാക്കളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനമുള്ള ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. മറ്റു പാർട്ടിക്കൊന്നും ഇങ്ങനെ ശക്തരായ നേതാക്കളില്ല. ആകെ അല്പമെങ്കിലും ഒരു ജനങ്ങൾ അറിയുന്ന, ജനങ്ങളോട് സഹകരിക്കുന്ന ശക്തയായ ഒരാൾ എന്ന രീതിയിൽ കെ ശൈലജ മാത്രമാണ് CPM-ൽ നിന്നുള്ളത്. ബാക്കിയുള്ളവരെല്ലാം സാധാരണഗതിയിൽ ഒരു പ്രയോജനവുമില്ലാത്ത, വെറുതെ ഇങ്ങനെ ഒരു നായിക കഥാപാത്രങ്ങളെ പോലെ, സിനിമയിലെ നായകന് പിന്തുണയായി നിൽക്കുന്ന നായിക കഥാപാത്രങ്ങളെ പോലെ മറവറ്റി ജീവിക്കുന്നവരാണ്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ അതിൽ നിന്ന് വ്യത്യസ്തയാണ്. രാഷ്ട്രീയ രംഗത്ത് അവർ മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളും അത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ശോഭാ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തുമൊക്കെ പലരുടെയും ടാർഗറ്റ് ആണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ പാലക്കാട് ജയിക്കും എന്ന വളരെ വലിയ ശുഭാപ്തി വിശ്വാസം BJPക്ക് ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രനും ആ ശുഭാപ്തി വിശ്വാസം നന്നായി ഉണ്ടായിരുന്നു. കാണുന്ന ജനങ്ങൾക്കും ശോഭാ സുരേന്ദ്രൻ തന്നെ വരണം എന്ന രീതിയിൽ തന്നെയായിരുന്നു വാർത്തകൾ. നമ്മൾ കണ്ടതാണ്. ബിഗ് ടിവിയിലെ റിപ്പോർട്ടർ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഏകസ്വരത്തിൽ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ ജയിക്കട്ടെ എന്നായിരുന്നു. ഏതായാലും ശോഭാ സുരേന്ദ്രനെ തകർക്കാൻ ഇറങ്ങിയവർ പിന്നീട് കുറച്ചുകൂടി വേഗത്തിൽ അവരുടെ രീതി മാറ്റി. ശോഭാ സുരേന്ദ്രനെ ആക്രമിക്കാനുള്ള കാര്യങ്ങൾക്ക് ആക്കം കൂട്ടി. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് തെരഞ്ഞെടുപ്പിന് തലേ ദിവസം നടന്ന വോട്ടിന് നോട്ട് എന്ന് പറയുന്ന പരിപാടി. അതിലെന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ വിഷ്വൽസ് കാണുമ്പോൾ അത് പല ദിവസങ്ങളിലായി ചിത്രീകരിച്ച വിഷ്വൽസ് ആണ് എന്ന് സംശയം തോന്നുന്നുണ്ട്. ഏതായാലും ഒരു ദിവസം ചിത്രീകരിച്ച വിഷ്വൽ അല്ല അത്. മാത്രമല്ല, ആ വിഷ്വലിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. പുറത്തുവിട്ട വിഷ്വലിൽ ഈ പറയപ്പെടുന്ന സ്ത്രീ വന്ന് കാറിൽ കയറുന്ന വിഷ്വലില്ല. അങ്ങനെ പിന്തുടർന്ന് വന്ന് അത്ര കൃത്യമായി വിഷ്വൽ എടുക്കുന്ന ഒരാൾ എന്തുകൊണ്ട് ഈ സ്ത്രീയുടെ മുഖം കൃത്യമായി വരുന്ന രീതിയിൽ ചിത്രീകരിച്ചില്ല? ഇവർ കാറിൽ കയറുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ സാധിച്ചില്ല. ഇതൊക്കെ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ഇനി ശോഭാ സുരേന്ദ്രൻ അവിടെ എത്തിയതുമായി ബന്ധപ്പെട്ട് അവരുടെ പിറകെ നടന്ന് അവരെ ആക്രമിക്കാനുള്ള കോപ്പ് കൂട്ടിയതിന്റെ പിന്നിൽ ആരാണെന്നതിനെ സംബന്ധിച്ചും തർക്കം തുടരുകയാണ്. പാർട്ടിക്കകത്ത് അവർക്ക് വലിയ ശത്രുക്കളുണ്ട്, നമുക്ക് ഇവർക്കും അറിയാം. പാർട്ടിക്ക് പുറത്തും അവർക്ക് ശത്രുക്കളുണ്ട്. ഒരുപക്ഷെ പാർട്ടിക്ക് പുറത്തുള്ളതിനേക്കാൾ ശത്രുക്കൾ അവർക്ക് കൂടുതലുള്ളത് പാർട്ടിയിലാണെന്ന് പറയാം. കാരണം അത്രയും ശക്തിയായ ഒരു വനിതയെ ഉൾക്കൊള്ളാനുള്ള ഒരു മനോഭാവം അവിടുത്തെ നേതാക്കന്മാർക്കില്ല എന്ന് നമുക്ക് ഇവർക്കും അറിയുന്ന കാര്യമാണ്. ശക്തരായ വനിതകൾ പാർട്ടിയിലേക്ക് വരരുത് എന്നും, ഒരു ശക്തിയുമില്ലാത്ത, പറഞ്ഞാൽ കേൾക്കുന്ന, പുരുഷന്മാർ പറഞ്ഞാൽ അനുസരിക്കുന്ന, അവരുടെ താളത്തിനൊത്തു നിൽക്കുന്നവരെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും, BJP മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ താളത്തിനൊത്ത്, പുരുഷന്മാരുടെ താളത്തിനൊത്ത് ചലിക്കാത്ത സ്ത്രീകളെ അവർ അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ പോലും ശ്രമിക്കാറില്ല. ശോഭാ സുരേന്ദ്രൻ ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് നേതാക്കന്മാർ അറിയാതെ വളർന്നു പോയതാണ്. ഇപ്പോൾ ഒരു നിവർത്തിയില്ല അവരെ ഇല്ലാതാക്കാൻ. അതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് അറിയാം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ പിന്നീട് ഒരു സ്ത്രീ ഇവർക്കെതിരെ ആരോപണമായി വരുന്നു. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള വനിതാ നേതാവാണ് എന്ന് പറയുന്നു. അവർ ഉന്നയിച്ച ആരോപണങ്ങൾ അതീവ ഗുരുതരമാണ്. പക്ഷേ ഒരാളെ കുറിച്ച് ആരോപണം ഉന്നയിക്കുമ്പോൾ മിനിമം അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നെങ്കിലും അന്വേഷിച്ചറിയേണ്ടതുണ്ട് എന്നതുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊന്നുമില്ലാതെ തീവ്രവാദ ബന്ധം, അതുപോലെ തന്നെ അവരെക്കുറിച്ച് ആരോപിച്ചത് ഒരു കൊലപാതകം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആരോപിക്കുന്നത്. കൊലപാതകവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ജസ്റ്റിൻ എന്ന് പറയുന്ന അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫറിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അയാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാണ്. അതും എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ്, എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ട അയാൾ ഹാർട്ട് അറ്റാക്ക് മൂലമാണ് മരിച്ചതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെയുണ്ട്. അത്തരം ഒരു കാര്യം ഒരു നേതാവിനെതിരെ ആരോപിക്കുകയാണ്. യാതൊരു തെളിവുകളുടെയും പിൻബലമില്ലാതെ ആരോപിച്ചുകൊണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് അവരെ പുകമറയിൽ നിർത്താനാണ് ശ്രമിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിവിചിത്രമാണ്, തീവ്രവാദ ബന്ധം, രഞ്ജിത്ത് ശ്രീനിവാസന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യം. ഏതായാലും ഇവരുടെ പിന്നിൽ ഈ BJPയിലെ തന്നെ ആരോ വ്യക്തമായി ഉണ്ട് എന്ന് വ്യക്തമാവുകയാണ്. കാരണം രഞ്ജിത്ത് ശ്രീനിവാസന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ പറയപ്പെടുന്ന സ്ത്രീ, അവർ സത്യത്തിൽ ബലിയാടാവുകയായിരുന്നു. അവരെ കൊണ്ട് ആരോ ഇതൊക്കെ പറയിപ്പിക്കുന്നതാണ്. കാരണം രഞ്ജിത്ത് ശ്രീനിവാസന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് സംഘപരിവാറിനെ മൊത്തത്തിൽ ആരോപണത്തിന്റെ നിഴലിൽ നിർത്തുന്നതാണ്. തീർച്ചയായും സംഘപരിവാർ പിന്നീട് ഈ സ്ത്രീയുമായി ഒരു രീതിയിലും സംസാരിക്കാൻ പോലും തയ്യാറാവില്ല എന്ന് ഇവരുടെ പിന്നിൽ നിന്ന് കളിക്കുന്നവർക്കറിയാം. അതായത് ഇവരുടെ പിന്നിൽ ശോഭാ സുരേന്ദ്രനെ തകർക്കാൻ ശ്രമിച്ച ശക്തി ആരാണോ
അത് ഏതെങ്കിലും കാരണവശാൽ ഈ സ്ത്രീയുമായി സംഘപരിവാറിലെ ആരെങ്കിലും സംസാരിച്ചാൽ അത് പുറത്തു വരരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ള ആരോ ഒരാൾ രഞ്ജിത്ത് ശ്രീനിവാസന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നുവെന്ന് വ്യക്തമാവുകയാണ്. ഇതിൽ നിന്നാണ് വളരെ കൃത്യമായി ഇത് പ്ലാൻ ചെയ്തതും ഈ സ്ത്രീയുടെ പിറകിൽ നിൽക്കുന്നതും BJP-യിൽ തന്നെയുള്ള ആൾക്കാരാണ് എന്ന് നമുക്ക് ബോധ്യമാകാനുള്ള കാരണം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം, രഞ്ജിത്ത് ശ്രീനിവാസന്റെ മരണം നടക്കുമ്പോൾ ആലപ്പുഴ ജില്ല സാധാരണ ഒരു ജില്ല പോലെ കണ്ടിരുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ എന്നുള്ളതാണ്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് എത്തുന്നത്. അതുവരെ അവർ ആറ്റിങ്ങലിലും അതുപോലെ തന്നെ അതിനു മുമ്പ് അവർ പാലക്കാടും പുതുക്കാടും ആ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു അവർ മത്സരിച്ചതും. ആ ഭാഗത്ത് തൃശ്ശൂരും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ബന്ധവും ഇല്ലാത്ത ഒരു വിഷയത്തിൽ ഇത്തരമൊരു ആരോപണം ഉയർത്താൻ ഈ സ്ത്രീയെ പ്രേരിപ്പിച്ചത് ആരാണെങ്കിലും അവരാണ് ഇതിലെ കുറ്റവാളി എന്ന കാര്യത്തിൽ സംശയമില്ല. സത്യത്തിൽ ഈ സ്ത്രീ, ഈ ബിന്ദു വിജയകുമാർ എന്ന സ്ത്രീ ബലിയാടാവുകയായിരുന്നു. അവരെ ആരാണ് കളിപ്പിക്കുന്നതെന്ന് അവർക്ക് പിന്നീട് എന്തായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് പിന്നീട് ബോധ്യമാകും. ഇപ്പോ നമുക്കറിയാമല്ലോ, 10-60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ താൻ എന്തോ മഹാസംഭവമാണെന്നും താൻ ഭയങ്കരമായി സംസാരിക്കുന്നുണ്ടെന്നും താൻ പ്രസംഗിച്ച് വരികയാണെന്നും ഒക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ തത്ത പറയുന്നത് പോലെ പറഞ്ഞു പഠിച്ച വാചകങ്ങൾ അതേപോലെ പറയുന്നതും അവർക്ക് ഒരു സ്കില്ലും ഇല്ല എന്ന്, അവർക്ക് സംസാരിക്കാൻ ഒരു സ്കില്ലും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത് അവരുടെ പിന്നിൽ വളരെ ശക്തമായി BJP-യിലെ തന്നെ ആരോ BJP-യുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രന്റെ ശത്രുക്കളായി നിൽക്കുന്നവർ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സത്യത്തിൽ BJP നേതൃത്വം ആ നിലയ്ക്കാണ് അന്വേഷണം നടത്തേണ്ടത്. സംഘപരിവാർ സംഘടനകൾ ആ നിലയ്ക്കാണ് അന്വേഷണം നടത്തേണ്ടത്. ഇത്തരക്കാർ ഈ പാർട്ടിയിൽ നിന്നാൽ പാർട്ടി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയുള്ളൂ. ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നേതാക്കന്മാരെ ഇകഴ്ത്തി കാണിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത്തരക്കാരെ പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കാൻ, അത് ഏത് വലിയ നേതാവാണെങ്കിലും പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കാനുള്ള ആർജവം BJP-ക്ക് ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്.